കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി M വർഗീസിന് ED നോട്ടീസ് അയച്ചു. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശമുള്ളത്. രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ഈ EDയുടെ അന്വേഷണം അത് പാർട്ടിയിലേക്ക് നേരിട്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ന് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകുന്നത്. ഇങ്ങനെ പാർട്ടിയിലേക്ക് നേരിട്ടെത്തുന്ന ഒരു ഘട്ടമായതുകൊണ്ടാണോ വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത്? എന്ന് ഹാജരാകാനാണ് നിർദ്ദേശം. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ വളരെ സുപ്രധാനമായൊരു നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഈ അന്വേഷണം അല്പം ഒരു മന്ദഗതിയിലെന്ന നിലയ്ക്കായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ഊർജിതമാകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണിത്. M വർഗീസിനോട് ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് AC മൊയ്തീൻ, മുൻമന്ത്രി AC മൊയ്തീൻ, അതോടൊപ്പം തന്നെ MK കണ്ണൻ ഉൾപ്പെടെയുള്ളവർക്കും വരും ദിവസങ്ങളിൽ നോട്ടീസ് പോകും. നേരത്തെ ഈ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് CPM-ന്റെ നേതാക്കളിലേക്ക് അന്വേഷണം കൂടുതൽ എത്തുന്നത്. നേരത്തെ പലതവണ M വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നതാണ്. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു കണ്ടെത്തലുണ്ട്. അതായത് കരുവന്നൂരിൽ CPM-ന് വ്യാജ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ മറ്റ് ചില തൃശ്ശൂരിലെ സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിൽ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് ED പറയുന്നു. ഇതിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള RBI ഉൾപ്പെടെയുള്ളവർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയിട്ടുണ്ട്. ആ വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ നോട്ടീസ് പോയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയുമായി സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണമടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു. അതിലുൾപ്പെടെ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിലെ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി BJP നേതാക്കളുടെ യോഗത്തിൽ സംസാരിച്ചപ്പോഴും ഈ കരുവന്നൂർ വിഷയം എടുത്തു പറഞ്ഞിരുന്നു. ഇതടക്കമുള്ള പശ്ചാത്തലം നിലനിൽക്കുകയാണ് ഇപ്പോൾ M വർഗീസിലേക്ക് വീണ്ടും നോട്ടീസ് പോയിരിക്കുന്നത്. തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ് M വർഗീസ്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോകാനാണ് EDയുടെ നീക്കമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി ബുധനാഴ്ച M വർഗീസ് ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ പലതവണ M വർഗീസ് ഹാജരായിരുന്നു. അന്ന് കൃത്യമായി ചോദ്യങ്ങളോട് റെസ്പോണ്ട് ചെയ്തില്ല എന്നതായിരുന്നു ED കൈമാറിയിട്ടുള്ള വിവരങ്ങൾ. എന്തായാലും ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55ഓളം പേരെയാണ് ഉൾപ്പെടുത്തിയത്. അതായത് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വരും. അതിനുശേഷമുള്ള രണ്ടാം ഘട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഈ അന്വേഷണത്തിൽ പ്രധാനമായും പോകുന്നത് AC മൊയ്തീൻ, MK കണ്ണൻ, അതോടൊപ്പം തന്നെ ഇവരിലേക്കൊക്കെയാണ് ഈ അന്വേഷണം പ്രധാനമായും പോകുന്നത്. നേരത്തെ മൊയ്തീൻ്റെ വീട്ടിലടക്കം റെയ്ഡ് നടത്തിയിരുന്നു. മൊയ്തീനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു പരാമർശവും ED അന്ന് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ അന്വേഷണം അല്പം ഒരു ചെറിയ ലാഗ് വന്നത്. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ അന്വേഷണം ഇപ്പോൾ ത്വരിതപ്പെടുത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശരി, രണ്ടാം ഘട്ടത്തിൽ അതിവേഗ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ED. ഇപ്പോൾ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. M വർഗീസ് ബുധനാഴ്ച ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ നേതാക്കൾക്കുൾപ്പെടെ വരും ദിവസങ്ങളിൽ അതിവേഗം തന്നെ നോട്ടീസ് നൽകാനുള്ള സാഹചര്യമുണ്ട്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.